ഹലോ ഗായ്സ്, ഈ സ്റ്റിക്കറൊക്കെ നമുക്ക് ഉണ്ടാക്കാം. സ്റ്റിക്കർ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഗായ്സ്, അതിനാവശ്യമുള്ളത് നമ്മൾ നെയിൽ സ്ലിപ്പൊക്കെ ഉണ്ടാക്കും. നെയിൽ സ്ലിപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ ബാഗത്തെ കവർ ഉണ്ടാവില്ല, അത് നമ്മൾ നടുക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കുക. നടുക്ക് ക്ലിയർ ആയി വെട്ടി വെക്കാം. ഇത്ര വെട്ടിയാൽ മതി, കൂടുതൽ വെട്ടണ്ട. അത്ര വെട്ടിയ ശേഷം നമുക്ക് ഇതുമേ ഈ ടാപ്പ് ഒട്ടിക്കണം. ടാപ്പ് ഒട്ടിക്കണം കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ നമുക്കത് വീഡിയോയിൽ കാണിക്കൂല. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു. ഇത് ഒട്ടിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് സോഫ്റ്റ് ഭാഗമാണ് ഒട്ടിക്കേണ്ടത്. ഇത് സോഫ്റ്റ് അധികം ഉണ്ടാവില്ല, സോഫ്റ്റുള്ള ഭാഗത്താണ് അധികം ഒട്ടിക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഓക്കെ, നമ്മൾ വെട്ടിയെടുത്തു. എല്ലാ തലപ്പും വെട്ടിയെടുക്കാം. വെട്ടി നമുക്ക് വേണ്ട സ്റ്റിക്കർ നമ്മൾ കുറേ പേപ്പർമൊക്കെ ഉണ്ടാവില്ല സ്റ്റിക്കറുകൾ, ഫോട്ടോ, അത് വെട്ടിയെടുക്കുക കേട്ടോ. രണ്ട് സ്റ്റിക്കർ ഒട്ടിക്കാണ്. ഈ രണ്ടെണ്ണം നമുക്ക് ഒട്ടിക്കാം. അതിന് വേണ്ടത് ഇതിങ്ങനെ വെക്കണം. ഇതിന് മുകളിൽ നമ്മൾ ടാപ്പ് ഒട്ടിക്കുക വേണ്ടത്. അപ്പോൾ തൽക്കാലികം ഞാൻ ഇങ്ങനെ ചെയ്യണത്, ടാപ്പ് എടുത്തിട്ട് ടാപ്പ് ഒട്ടിച്ച് കൈ ഒട്ടിക്കാണ്. വെക്കട്ടെ. നമ്മൾ ടാപ്പ് നിർത്തി അതിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ തല തിരിച്ചൊട്ടിക്കണം, വൃത്തിക്ക് ഒട്ടിക്കണം ഗൈസ്. ഒട്ടിച്ചു നമുക്ക് ഗൈസ്. ഇതൊന്നും ഇവിടെ നിൽക്കണില്ല, ഉരുണ്ട് പോവുക. ഓക്കെ, അത് നമ്മൾ ഒട്ടിച്ചു. അടുത്തതും ഇതേമാർക്ക് തിരിച്ചൊട്ടിക്കണം. കുറച്ച് വിട്ടൊട്ടിക്കണം കേട്ടോ, എടുത്തൊട്ടിക്കരുത്. ഓക്കെ, നമ്മൾ അത് ഒട്ടിച്ചു. നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം. അപ്പം വെട്ടിയെടുത്തു. നമുക്കത് മാറ്റി വെക്കാം. അപ്പം ഞാൻ വെട്ടിയെടുത്തില്ല. ഒട്ടിപ്പുള്ള ഭാഗത്ത് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇതിങ്ങനെ തിരിച്ചൊട്ടിക്കണം. സ്റ്റിക്കറുള്ള ഭാഗം ഒട്ടിക്കാം. അപ്പം നമ്മൾ ഒട്ടിച്ചു. അത് നമുക്ക് സ്റ്റിക്കറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേമാർക്ക് ഷേപ്പിൽ വെട്ടണം. വെട്ടണമെങ്കിൽ കുറച്ച് വിട്ടൊരു വെട്ടണം, അല്ലെങ്കിൽ സ്റ്റിക്കർ കൊളാകും. ഞാൻ വെട്ടമാർക്ക് നോക്കി വെട്ടിക്കോളി. കാണാനിടയിൽ ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റിക്കർ. നമ്മൾ ആ ബാക്ക് ഭാഗം വെട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ വെട്ടിയ ഭാഗത്ത് അങ്ങനെ വര ഉണ്ടാവും. അത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ആ വര അങ്ങനെ ഒരു ചെറുതായി അതങ്ങനെ തുറക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം കേട്ടോ. അതിനാണ് സ്റ്റിക്കർ ഒട്ടിച്ചാൽ പറഞ്ഞു പോലെ അവിടെ തന്നെ നിൽക്കും. ഇതിപ്പോൾ ഒന്ന് ഒട്ടിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒട്ടിച്ചത്. ഇത് കുറച്ച് മുമ്പ് ഉണ്ടാക്കി ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.